നിരന്തരമായ ശ്രവണം ലൗകികത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിരന്തരമായ അധ്യാസം കൊണ്ട് പുരുഷാപരാധം വന്ന് ഞാൻ അതാണെന്നും ഇതാണെന്നും ഈ വിഷയപ്രപഞ്ചം എനിക്ക് സുഖം തരുമെന്നും ദുഃഖം തരുമെന്നും ഒക്കെ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഈ ഉപനിഷത്ത് പഠിക്കാൻ. അപ്പൊ ഇത് കേൾക്കുന്ന അല്പനേരത്തേക്ക് ഇതൊക്കെ സത്യമാണെന്ന് തോന്നിയാലും ജീവിതത്തിലേക്ക് വീണ്ടും വഴുതി വീഴുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. ഇതല്ല സത്യം, സുഖം കിട്ടും, കിട്ടാതൊന്നും ഇരിക്കുമെന്ന് തോന്നില്ല, വീണ്ടും അത് തോന്നലുണ്ടാവും. അപ്പൊ ജീവിതത്തെ അതിന്റെ അനർഘതയിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഈ ഉപനിഷത്തുകളെ നമ്മളുടെ മനസ്സ് മനീവസമാകുന്നതിന് മുമ്പ് പഠിക്കണം. ഇപ്പോ മനസ്സാകെ ഈ കഥകളെല്ലാം വായിച്ച് കഥകളൊക്കെ നടന്നതായി സങ്കല്പിച്ച് ആ ലോകം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ള ലോകത്ത് ജീവിച്ചുകൊണ്ട് ഉപനിഷത്തിനെ പഠിക്കാൻ പോകുമ്പോ ഉപനിഷത്തും ഉൾക്കൊള്ളാൻ പ്രയാസം വരും, നിലവിലുള്ള കഥയും ഉൾക്കൊള്ളാൻ പ്രയാസം വരും. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി പൗരാണികർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നങ്ങനെ പറയരുതെന്നാണ് ഞങ്ങൾ ആകെ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. നിങ്ങൾ ആരും നേരിട്ട് ഉപനിഷത്ത് പഠിക്കരുത്. നിങ്ങളൊക്കെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിച്ച് പഠിച്ച് നിങ്ങളുടെ അന്ധകരണം പുരാണങ്ങൾ കൊണ്ടും ഇതിഹാസങ്ങൾ കൊണ്ടും ഒക്കെ ശുദ്ധി വരുത്തി കുറെ കഴിഞ്ഞ് ഉപനിഷത്ത് പഠിക്കണം എന്നാണ്.